ഒരു ചെറുപ്പക്കാരന്റെ ജീവന് പകരമായി ഒരു പ്രസ്ഥാനത്തിന്റെ ജീവൻ ഞങ്ങൾ എടുക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ആ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ മുൻപിൽ മുട്ടുമടക്കില്ല, അത് അംഗീകരിച്ചു തരികയുമില്ല. അതിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകളുടെയും പ്രചരണങ്ങളുടെയും മുൻപിൽ ഞങ്ങൾ പതറിപ്പോവുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴുണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് നിങ്ങൾ ഈ പ്രചരണങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. എങ്ങനെ കേരളം ഇങ്ങനെ ഒരു നിലയിലേക്ക് വന്നു? എങ്ങനെ കേരളത്തിന്റെ തെരുവുകളിൽ മനുഷ്യന്റെ ചോര വീണു? ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും സഹോദരൻ അയ്യപ്പനുമെല്ലാം ഉഴുതുമറിച്ച സൗരഭ്യമാർന്ന കേരളത്തിന്റെ ഈ മണ്ണിൽ എങ്ങനെ മനുഷ്യന്റെ ചോര വീണു? രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങളെ കൊലക്കത്തിയിൽ അവസാനിപ്പിക്കാമെന്ന് ആര് കണ്ടുപിടിച്ചു? ആ ചരിത്രവും ഭൂതകാലവും നിങ്ങൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ അധ്യായം കേരളത്തിൽ ആരംഭിച്ചത് നിങ്ങളാണ്. മനുഷ്യന്റെ ചോര കൊണ്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാമെന്ന് കരുതിയത് നിങ്ങളാണ്. നിങ്ങൾക്ക് മൊയാരത്ത് ശങ്കരൻ എന്ന പേരോർമ്മയില്ലേ? നിങ്ങൾ മറക്കാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് ഇന്നതൊരു വെറും പേര് മാത്രമായിരിക്കാം, കേരളത്തിനതൊരു പേരല്ല. KPCC അധ്യക്ഷന്റെ കസേരയിലിരുന്ന മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയത് മൊയാരമാണ്. ഞാൻ ആ പേരിവിടെ പറയാൻ കാരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണത്. നമുക്ക് മറക്കാനാവുമോ? കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് കോൺഗ്രസും പോലീസും ചേർന്ന് തല്ലിക്കൊന്ന മൊയാരം, സ്വാതന്ത്ര്യ സമര സേനാനിയായ മൊയാരം, കോഴിപ്പുറത്ത് മാധവമേനോന്റെ അറിവും സമ്മതവും ഉണ്ടായ കൊലപാതകം. ദുഷ്ടന്മാരെ നിങ്ങൾ വിട്ടുകൊടുത്തോ മൃതദേഹമെങ്കിലും മൊയാരത്തിന്റെ ബന്ധുക്കൾക്ക്? അദ്ദേഹത്തിന്റെ മൃതദേഹം എന്തു ചെയ്തു? മാന്യമായി സംസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായോ? മൊയാരത്തെ എവിടെ മറവ് ചെയ്തുവെന്ന് ഇന്നും നിങ്ങൾക്കാർക്കെങ്കിലും പറയാനാകുമോ? രാഷ്ട്രീയ വിരോധം കൊണ്ട് മൊയാരത്തെ തല്ലിക്കൊന്ന് ആ മൃതദേഹം സെൻട്രൽ ജയിലിന്റെ ഇരുളടഞ്ഞ ഏതോ കോണിൽ ഒരു അനാഥ പ്രേതം എന്ന പോലെ കുഴിച്ചുമൂടി കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം തുടങ്ങിവെച്ചവരാണ് നിങ്ങൾ. തുടർന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ! നിങ്ങളുടെ രാഷ്ട്രീയമായ മേൽക്കൈ രാഷ്ട്രീയ വിരോധം കൊണ്ട് എതിരാളികളെ, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കാനാണ് വിനിയോഗിച്ചത്. ഇപ്പൊ മനുഷ്യത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ചീമേനി സംഭവം മറക്കാനാകുമോ? കൂട്ടക്കൊലയായിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിനകത്തല്ലേ 5 പേരെ ചുട്ടുകൊന്നത്? തീയാളുന്ന ഓഫീസിൽ നിന്ന് പാതിവന്ത ശരീരവുമായി പുറത്തു ചാടിയവരെ കാത്തുനിന്ന് വെട്ടിക്കൊന്നില്ല നിങ്ങൾ? എം കോരനും സി കോരനും ആലവളപ്പിലമ്പും കുഞ്ഞിക്കണ്ണനും കുഞ്ഞപ്പനും മരിച്ചു വീണത് ഈ കേരളത്തിന്റെ മുന്നിലല്ലേ? എന്നിട്ട് കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുന്നു? ഈ നിയമസഭയിൽ അംഗമായിരുന്ന സഖാവ് കുഞ്ഞാലി 969 ജൂലൈ 26 നിലമ്പൂരിലെ INDOC ഓഫീസിന്റെ ജനലഴികൾക്കിടയിലൂടെ നീട്ടിയ തോക്കുകൊണ്ടല്ലേ നിങ്ങൾ വെടിവെച്ചു കൊന്നത്? ആരായിരുന്നു 1-ാം പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വന്നത്? നിങ്ങളോ സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? എല്ലാം വിടാം നമുക്ക്. ഈ സഭയുമായി ബന്ധപ്പെട്ട എത്ര സംഭവങ്ങൾ! ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് G. സുധാകരൻ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായി ഇന്ന് മാറേണ്ടിയിരുന്ന ആളല്ലേ? BA വിദ്യാർത്ഥിയായിരിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തല്ലേ അടിച്ച് തല തകർത്ത് തലച്ചോർച്ച തെറിച്ച് പന്തളം കോളേജിൽ വെച്ച് നിങ്ങൾ കൊന്നത്? നിങ്ങൾക്ക് ന്യായീകരിക്കാനാകുമോ? AK ബാലൻ പട്ടികജാതി വകുപ്പ് മന്ത്രി ജീവനോടെ ഇന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവന്റെ പിന്നിൽ നഷ്ടപ്പെട്ട മറ്റൊരു ജീവന്റെ കഥയുണ്ട്. കൊലക്കത്തിയുമായി ചാടി വീണ നിങ്ങളുടെ മുൻപിൽ AK ബാലന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടുമ്പോഴാണ് ആ കോളേജ് യൂണിയന്റെ ക്യാപ്റ്റനായിരുന്ന ഉശിരനായ നേതാവ് മുഹമ്മദ് അഷറഫ് കൊല്ലപ്പെട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ നിലനിൽക്കുന്നുവെങ്കിൽ ബലിയർപ്പിക്കപ്പെട്ട മറ്റു രക്തസാക്ഷികളുടെ ഓർമ്മകളുണ്ട്. അതൊന്നും ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ മറന്നുപോകരുത്. കഴിഞ്ഞ സഭയിൽ അംഗമായിരുന്ന സൈമൺ ബ്രിട്ടോ ചക്രക്കസേരയിൽ ഈ സഭയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത് നിങ്ങളെല്ലാം സാക്ഷികളായതാണ്. എങ്ങനെ ഒരു മനുഷ്യൻ ചക്രക്കസേരയിലായിപ്പോയി? EP ജയരാജൻ ഈ സഭയിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ മാസ്കിന്റെ സഹായം വേണം. ശിരസിൽ വെടിയുണ്ടെയും കയ്യിൽ ഓക്സിജൻ മാസ്കുമായി ഒരു നിയമസഭാ സാമാജികൻ ഈ കേരള മനസാക്ഷിയുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു ഇതെല്ലാം? രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നൊടുക്കാൻ ഒരു മടിയും കാണിക്കാത്തവർ. പത്തനംതിട്ട കോളേജിലെ ചെയർമാനായിരുന്ന ജോസിനെ കുത്തിമലർത്തി ആ കേസിലെ സാക്ഷിയായിരുന്ന പ്രസാദിനെ കോടതിയിൽ സാക്ഷി പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോ തിരുവോണ നാളിൽ വെട്ടിനുറുക്കി കൊല്ലാൻ ഒരു മടിയും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഭൂതകാലം മനുഷ്യരക്തത്തിൽ സ്നാനം ചെയ്ത ഭൂതകാലമാണ്. രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തീർക്കാമെന്ന് കരുതിയവരാണ് നിങ്ങൾ. ആ നിങ്ങളാണ് ഇപ്പൊ സമാധാനത്തെക്കുറിച്ച് പറയുന്നത്. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ രക്തസാക്ഷിയുടെ അനുഭവങ്ങൾ പറയാനുണ്ട്. 577 CPIM പ്രവർത്തകർ കേരളത്തിൽ കൊല്ലപ്പെട്ടു, കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടു. 127 പേരെ കൊന്നത് നിങ്ങളാണ്, കോൺഗ്രസ് ആണ്. മറ്റെല്ലാവർക്കും അതിൽ പങ്കുണ്ട്. ഞാൻ വിശദമായി അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ചോര കുടിച്ചു കുടിച്ച് സമനില തെറ്റിയപ്പോൾ നിങ്ങളോടൊപ്പമുള്ളവരെ കൊല്ലാൻ നോക്കി. പുതിയ വീട്ടിൽ ബഷീറിനെ കൊന്നതാരാണ്? കോടതി വിധി വന്നപ്പോ വിങ്ങിപ്പൊട്ടിയ പിതാവ് പറഞ്ഞു, കൂടെ കൊടി പിടിക്കുന്നവരാണല്ലോ എന്റെ മകനെ കൊന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന്. പുതുപ്പള്ളിയിൽ ഔസേപ്പിനെ കൊന്നതാരാണ്? ലാൽജിയെ, മധുവിനെ, ഹനീഫയെ കൊന്നതാരാണ്? നിങ്ങൾ ചോര കണ്ട് റപ്പമാറിയവരാണ്. നിങ്ങൾ കൊന്നു തീർത്തതാണ് ഈ കേരളത്തിൽ പലരെയും.
അങ്ങനെയുള്ള നിങ്ങൾക്കാണ് ഇപ്പോ ഒരു തിരിച്ചടി വന്നപ്പോ മനുഷ്യാവകാശത്തെക്കുറിച്ച്, മനുഷ്യജീവനെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് തോന്നിയത് നന്നായി. പണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുമ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞു, ഞങ്ങൾക്ക് ആഫ്രിക്കയിലെ കറുത്തവർക്ക് അടി ഏറ്റുവാങ്ങാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. തല്ലുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചടിക്കാൻ പഠിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ പഠിച്ചതാണ് ചരിത്രത്തിൽ നിന്ന്. അടിയേറ്റ് വീണപ്പോ, വീണിടത്ത് നിന്ന് വെട്ടിക്കൊന്നപ്പോ, ഒന്നിനു പുറകെ മറ്റൊന്നെന്ന പോലെ ഞങ്ങളുടെ സഖാക്കൾ കൊന്നു തീർന്നപ്പോ ചിലപ്പോ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവാം, ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങളുടെ ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നമ്മൾ ആരും അത്തരമൊരു നിലയിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ എല്ലാ കൊലകളെയും അപലപിക്കുന്ന മനസ്സുമായി നിങ്ങൾ വാ. ഞങ്ങൾ എല്ലാ കൊലപാതകങ്ങളെയും അപലപിക്കുന്നു, മനുഷ്യജീവന് തുല്യമായ വില കൽപ്പിക്കുന്നു. നമുക്ക് കേരളത്തെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ തന്നെ നിലനിർത്താൻ സാധിക്കണം. അതിനൊരു അവസരമായി മാറട്ടെ എന്ന് മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.